ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഗിരിജ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫംഗ്ഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലുണ്ടെങ്കിൽ എല്ലാവരും നോക്കിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ അനാമിയെ കാണാനില്ലായിരുന്നു. ഒരു ഫോട്ടോയിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ നടന്നതിലോ ഒന്നും ഉണ്ടെങ്കിൽ അനാമിയെ പങ്കെടുത്തിട്ടില്ലായിരുന്നു. സോ ഇത് കാരണം ഉണ്ടെങ്കിൽ ആൾക്കാർ പറയാൻ തുടങ്ങി, നേരത്തെ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി അതുകൊണ്ടാണോ പങ്കെടുക്കാത്തതെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങി. ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് അതിനുണ്ടെങ്കിൽ വെളിയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇതേപോലത്തുള്ള കാര്യം എത്തി ഫംഗ്ഷനൊന്നും പങ്കെടുക്കാത്തതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അനാമിക ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതെ പോയത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഞാനും അമ്മയായിട്ട് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെയുള്ള ഒരു കാര്യവുമില്ല. ഒരു പേഴ്സണൽ വിഷയം കാരണമാണ് എനിക്കുണ്ടെങ്കിൽ വരാൻ പറ്റാത്തതെന്നാണ് അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്തുണ്ടെങ്കിൽ വേറെ കുറച്ച് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഗിരിജ ഗർഭിണിയായ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് ഈ പ്രായത്തിലാണോ ഗർഭിണിയാവുന്നത്, ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ, ഇതൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം, ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ഉണ്ടെങ്കിൽ മറുപടി എന്നുള്ള രീതി അനാമിക പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് എൻ്റെ അമ്മ ഗർഭിണിയായപ്പോഴത്തേക്ക് അതിനെ ഭയങ്കര വലിയ പ്രശ്നമോ കാര്യങ്ങളാണെന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കുന്നുണ്ട്. അത് അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നവും ഇല്ല. നേരെ ചൊവ്വ കല്യാണം കഴിച്ചിട്ട് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഗർഭിണിയായിരിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഭയങ്കര വൃത്തികെട്ട കാര്യമൊന്നും അതിനകത്തൊന്നുമില്ല. അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും തീരുമാനിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോട്ടെ. അത് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഏതോ ഒരു വലിയ കുറ്റം കണ്ടുപിടിക്കേണ്ടെന്നുള്ള രീതിയിലായിരുന്നു അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാ രീതിയിലുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടം തോന്നി കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടാകുന്നത്, ഇതൊക്കെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആൾക്കാരെ കൊണ്ട് ഇത്രയും വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുട്ടികൾ വരാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചിന്താഗതികളുണ്ട്. അതുകൊണ്ട് ഈ ബാക്കിയുള്ളവരുടെ തലയിലും കൂടെ കെട്ടി വെക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.